ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് തന്നെ ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ നീച്ചാൽ പത്തിരി പണിയൊക്കെ വരുന്ന നല്ല പണിയുള്ളൊരു ഇതല്ലേ. അപ്പോൾ തലേന്ന് തന്നെ ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്ന്. പിന്നെ രാവിലെ നമുക്ക് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് രാവിലെ ഒരു മടുപ്പ് ഉണ്ടാവില്ല പണിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇളയച്ചി അവിടെ ഇറച്ചിക്കുള്ള മസാല ഇതൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ചിക്കൻ വറുക്കാനൊക്കെ ഉണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഷാലുവിനും മോനിനൊക്കെ നല്ല ഇഷ്ടമാണ് പത്തിരിയും ചിക്കൻ കറിയും. ഇവിടുത്തെ ചിക്കൻ കറി കേട്ടോ, കൊളത്തൂർ പത്തിരിയും ചിക്കൻ കറിയും അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ കമൻ്റ് അറിയിക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങ കരച്ചത് പാർന്നിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് പത്തിരിക്കുള്ള മാവ് വാട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് വാട്ടുന്നത്. പത്തിരിക്കൊക്കെ മാവ് ആദ്യമായിട്ടാണ് വാട്ടുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഉമ്മാക്ക് പല്ലെടുത്തിട്ട് അങ്ങനെ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്, തുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഉമ്മാനെ ഞങ്ങൾ അയച്ചിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ നാലാളും കൂടിയിട്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ചെറിയ നാത്തും പത്തിരി കുഴക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നാലാളും കൂടി ഇരുന്നിട്ടാണ് കുഴച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ കുഴച്ചപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിക്കണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇളയിച്ച് ആ പത്തിരി പരത്തുന്നുണ്ട്. പ്രസ്സും ആദ്യം പരത്തി നോക്കി, പക്ഷെ എന്താണെന്നറിയില്ല, വെള്ളം കൂടിയെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിലത്ത് റാക്കുമ്പോൾ ഇതുപോലെ പൊടിയിട്ടും കണ്ടൊന്ന് പരത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പരത്തി നോക്കിയപ്പോൾ ഒട്ടാണ് ശരിയാവണില്ല. കാലം നോക്കിയിട്ടും ശരിയാവണില്ല. അപ്പോൾ സംഭവം വെള്ളം ചെറുതായിട്ട് ഏറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഓരോ ഉരുളാക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ മക്കളൊക്കെ ഉരുളക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ ഉരുള കൊടുത്തു കേട്ടോ. അപ്പോൾ അവരതുകൊണ്ട് അവിടെ ഒരു ഭാഗത്ത് ഇരുന്നോളൂ വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും ഞങ്ങൾ പരത്താൻ തുടങ്ങി കേട്ടോ. പരത്താൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ പരത്തുമ്പോൾ വെള്ളം തൊട്ടെടുക്കുമ്പോൾ ചിലത് ലൂസാവണുണ്ട്, ചിലത് കുഴപ്പമൊന്നുമില്ലാതാവണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയില്ലല്ലോ, നമ്മളെന്തായാലും ആദ്യമായിട്ട് നോക്കില്ലേ. അപ്പോൾ എങ്ങനെ ആയാലും കുഴപ്പമില്ല, നമ്മൾ തന്നെ അല്ലേ കഴിക്കാനെന്നുള്ള ഒരു മട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടി പരത്താണ് കേട്ടോ. അപ്പോൾ മാവ് കുഴക്കണമെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല, എന്നാലും ചെയ്ത് നോക്കുകയാണ്. ഇവിടെ അധികം ഉപ്പയുടെ മാവ് കുഴക്കാറും ഒക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു വലിയ ഐഡിയ ഇല്ല. പിന്നെ എപ്പോഴും പത്തിരി ഒന്നും ഉണ്ടാക്കില്ല. നമ്മളതുപോലെ നോമ്പിൻ്റെ ടൈമിലൊക്കെയാണ് എപ്പോഴെങ്കിലുമൊക്കെ ഒരു പത്തിരി ഉണ്ടാക്കേണ്ടത്. അല്ലാതെ പിന്നെ അങ്ങനെ പത്തിരി ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഇവരെല്ലാവരും കൂടി നാത്തുമാർ രണ്ടാളും വരുമ്പോഴും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പത്തിരിയും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ പത്തിരിയും കറിയാണ് അവർക്ക് നല്ല ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളതിനെ വാട്ടിലും കുഴക്കലൊക്കെ ആയപ്പോഴാണ് സംഭവം കളറായത് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ പ്രസ്സും അമർത്തിയിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ എന്തായിട്ട് റാക്കുമ്പോൾ അതുപോലെ പൊടിയിട്ട് കണ്ട് പരത്തി നോക്കിയിട്ടോ. അപ്പോൾ കുറേ ആയി പത്തിരിയൊക്കെ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട്. അപ്പോൾ ഇളയിച്ച് പരത്തിയതാണിത്. അപ്പോൾ അത് കൊളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ചിലത് ശരിയാവുന്നുണ്ട്, ചിലത് ശരിയാവണില്ല പറഞ്ഞ മാതിരി. ചില പത്തിരി ശരിയാവുന്നുണ്ട്, ചില പത്തിരി ശരിയാവണില്ല കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ഉറക്കം വന്നു. അപ്പോൾ അവർ ഉറക്കാൻ പോയി. അങ്ങനെ പത്തിരി മാപ്പൊടി എടുത്തത് അതുപോലെ കുറച്ച് കൂടിയിരിക്കണമെന്നാണ് തോന്നുന്നത്. പത്തിരി എത്ര പരത്തിയിട്ട് ഉരുളാക്കിയിട്ടും ഒക്കെ കഴിയണില്ല കേട്ടോ. അങ്ങനെ എന്തായാലും അവിടെ താഴത്ത് ഇപ്പം എന്ത് ചെയ്തു, ഞങ്ങൾ പരത്തുന്നതിനനുസരിച്ച് ഇപ്പോൾ ചുടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചുടലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മീൻ പൊരിക്കണ്ടായിരുന്നു, മസാല കൂട്ടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും പൊരിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇനി നാളെ നമുക്ക് കാണാം. ബൈ.